Hello guys, welcome back to my channel Bake with Anshu. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അലീസയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പ് മിക്സിയിലിട്ട് നുറുക്കിയിട്ട് 3 മണിക്കൂർ വെള്ളത്തിലിട്ടത്, ബോൺലെസ് ചിക്കൻ, സവാള, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് പട്ട, കുറച്ച് നെയ്യ്, ഉപ്പ്, കുരുമുളക്, പാലും. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുതിർത്ത് വച്ചിരിക്കുന്ന ഗോതമ്പും 2 പച്ചമുളകും 1 പീസ് പട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഇവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ച വെള്ളം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ നന്നായി പിച്ചെടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി പിച്ചെടുക്കുക. ചിക്കൻ ഇവിടെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റാം. നമ്മൾ വേവിച്ചിരുന്ന ഗോതമ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മുളകും പട്ടയും എടുത്തു മാറ്റുക. ഇപ്പോൾ ഇതിന്ന് മുളകും പട്ടയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഉള്ളി നമുക്ക് വാട്ടിയെടുക്കാം. അടുപ്പത്ത് ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ മാറുന്നത് വരെ നന്നായി വഴച്ചെടുക്കുക. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലോട്ട് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂട്ടിലോട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. പാലൊഴിച്ച് ഗോതമ്പ് കൂട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. അതിലോട്ട് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക.
ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ അലീസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അലീസ ഇവിടെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ അലീസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.